ലോകമെമ്പാടും യുദ്ധങ്ങൾ പോലും നിർത്തിവെച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. യുദ്ധങ്ങൾ പോലും. പക്ഷേ ഇവിടെ ചില സഭകളും ചില പത്രങ്ങളും ചില ആൾക്കാരും ചില രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഇത് മോദിക്കെതിരെ ഒരു യുദ്ധം ചെയ്യാനുള്ള സന്ദർഭമായിട്ട് ഉപയോഗിക്കുന്നു. മാഷെന്ത് പറയും? അല്ല, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? എന്താ അവസ്ഥ? അവർക്ക് സ്വാഭാവികമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള കരോൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ക്രിസ്ത്യാനികളോട് ജീവിക്കുന്നത്. കള്ളു കുടിച്ചിട്ട് കരോൾ നടത്തണമെന്ന് ആരെങ്കിലും കള്ളു കുടിച്ചിട്ട് കരോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കരോൾ നടത്തുന്ന എത്ര കരോളിനെതിരെ ഇവിടെ പരാതി വന്നു? എന്റെ വീട്ടിൽ പരാതി വന്നു. കോട്ടയത്ത് കരാൾ നടന്നു, എറണാകുളത്തും എല്ലാം കരാൾ നടക്കുന്നു. കാരൾ എന്നാണ് ശരിയായ ഉച്ചാരണം. ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ പറയാം കാരൾ. എവിടെയാണ് കുഴപ്പമുണ്ടായത്? എവിടെയാണ് എതിർപ്പ്? അവർക്കെതിരെ ധാരാളം അക്രമങ്ങൾ നടക്കും. എവിടെ? കേരളത്തിൽ മാത്രമല്ല, നമ്മൾ പത്രങ്ങളിലുണ്ടല്ലോ. എവിടെയൊക്കെ CBCIയുടെ ചെയർമാൻ തന്നെ ഇന്ന് ഉത്കണ്ഠ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ പത്രങ്ങളിൽ. അതിലൊരു കാര്യമില്ല. അവർ ഇന്ത്യയിൽ ഒരുപാട് ഉത്കണ്ഠകൾ പറയും. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നൈജീരിയയിൽ പറ്റില്ലല്ലോ, സുഡാനിൽ പറ്റില്ലല്ലോ, തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ പറ്റുമോ, ബംഗ്ലാദേശിൽ പറ്റുമോ? അവർ പറയട്ടെ. എവിടെയാണ് കുഴപ്പമെന്നാണ് ഞാൻ എൻ്റെ ചോദ്യം. അതായത് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണോ? ആണ്. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇത് പറയുന്നത്. അല്ല, ഈ ജനാധിപത്യ രാജ്യത്തിൽ അവരുടെ മതസ്വാതന്ത്ര്യം അപകടത്തിലാക്കുന്നതിനെ കുറിച്ച് വേറൊരു കക്ഷി വന്ന് സംസാരിക്കുമോ? രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വേണ്ടി? എന്റെ ചോദ്യത്തിലേക്ക് മാഷാൻ ഉത്തരം പറഞ്ഞത് എവിടെയാണ് ഇന്ത്യയിൽ എവിടെയെല്ലാം എറണാകുളത്ത് കുഴപ്പമുണ്ടായോ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അത് പത്രങ്ങളിൽ. ഇപ്പൊ പത്രങ്ങളെ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. പത്രങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് വിഭാഗങ്ങളെതിരെ ഉള്ള ആക്രമണത്തിൽ ഉത്കണ്ഠ അറിയിച്ചുകൊണ്ടാണ് CBCI ചെയർമാൻ ഇന്ന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത്. ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് ഏറ്റവും അസത്യജടിലമായ ഒരു പ്രസ്താവനയാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഡ്യൂട്ടി വെയർ എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഈ പല ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് വേർ എന്നുള്ളതിന് ഉത്തരവല്ല. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വസ്തുതകളായിട്ട് വാർത്താ മാധ്യമ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ നമ്മൾ തമസ്കരിച്ചിട്ട് കാര്യം. പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹാൻ സ്റ്റെയിൻസിനെ കൊന്നു എന്നുള്ളത് പത്രത്തിൽ വന്നു. ഇപ്പൊ എന്നോട് ആ പത്ര കട്ടിങ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ പോയി എടുത്തുകൊണ്ട് വരാനല്ല പറഞ്ഞത്. പറയൂ, സ്പെസിഫൈ ചെയ്യൂ, എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു, ഇന്നത്തെ പത്രത്തിലുണ്ട്, നിരവധിയായ സ്ഥലങ്ങളിൽ. ഞാൻ ചോദിക്കുന്ന ഉത്തരവല്ല മാഷ് പറയുന്നത്, അപ്പൊ തെറ്റിപ്പോവും. ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് കരാളിന് നേരെ സംഘർഷം ഉണ്ടായത്? കേരളത്തിലുണ്ടായി, വടക്കേ ഇന്ത്യയിലുണ്ടായി. കേരളത്തിലും വടക്കേ ഇന്ത്യയിൽ എന്ന് പറയുന്നത് പല ഭാഗത്തും സ്ഥലത്തിന് പേരില്ല. ഞാൻ പറയാലോ, വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ആശങ്കയും വേദനയും ഉണ്ടെന്നാണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഇതേ സംബന്ധിച്ച്. അപ്പൊ എവിടെ ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ചോദ്യം അതാണല്ലോ, എവിടെ ആയിക്കൊള്ളട്ടെ. എന്നാ ഞാൻ പറയാം. ഇത് സംഭവിച്ചത് പാലക്കാട്ടാണ്. പാലക്കാട്ടെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, പള്ളിയുടെ അനുമതിയോടുകൂടി നടത്തിയ ഒരു കാരൽ അല്ലായിരുന്നു അതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കള്ളും കുടിച്ചിട്ട് ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ ഈ കാരൽ നടത്തുന്നത്. ഈ കാരൽ നടത്തുന്നത് ഹിന്ദുക്കളും ഉണ്ട്. ഹിന്ദുക്കൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരലിന്റെ ഉദ്ദേശമായിരിക്കത്തില്ല. കാരൽ എന്ന് പറയുന്നത് പള്ളിയുടെ അനുമതിയോടുകൂടി അവരുടേതായിട്ടുള്ള പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടുകൂടി ചെയ്ത് അവിടെ പരിശീലിച്ച് ചെയ്യുന്ന, അല്ലാതെ കള്ളു കുടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേര് കൂടി സംഘം ചേർന്നുകൊണ്ട് പള്ളിയെയും ക്രിസ്തുവിനെയും അപമാനിക്കുന്ന തരത്തിൽ കള്ളും കുടിച്ചിട്ട് വീടാന്തരം പാതിരാത്രിക്ക് ശേഷം കയറി മോശമായിട്ട് കള്ളിന്റെ നാട്ടുമായിട്ട് പെരുമാറി അപമാനിച്ചു എന്നുള്ള പരാതി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ആർക്കും ഇല്ലാതെ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് അതെങ്ങനെ ഉയർന്നു വരുന്നു? പള്ളിയുടെ പെർമിഷൻ കിട്ടിയില്ല. ബിഷപ്പ് തന്നെ പരസ്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞതാണ്. സാർ തന്നെ പറഞ്ഞു ക്രിസ്ത്യാനി മാത്രമല്ല ഹിന്ദുക്കളും നടത്തുന്നുണ്ടെന്ന്. അപ്പൊ ഇതൊരു പൊതു സംവിധാനമാണ്. പൊതു സംവിധാനമല്ല, പള്ളിയുടെ അനുമതിയോടുകൂടി നടത്തേണ്ട സംഭവമാണ്. അല്ല തോന്നിവാസം നടത്തേണ്ടതല്ല. അനുമതിയോടുകൂടി പള്ളിക്കകത്താണ് നടത്തുന്നത്. പള്ളിക്കകത്തല്ല, പള്ളിയാണ് ഇതിനെ പരിശീലിപ്പിക്കുന്നത്. മാഷിനറിയാമോ അവിടെ സംഗീതം പഠിപ്പിക്കാന്ന് പറയുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ പൊതുവെ പറയാം കത്തീഡ്രൽ ആകാം, ചെറിയ പള്ളിയാവാം. പള്ളിയുടെ പേരിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി മര്യാദയ്ക്കൂടിയാണ് നടന്നിട്ടുള്ളത്. എത്ര കാരൽ ഞാൻ കണ്ടിരിക്കുന്നു, എത്ര സംയുക്ത ക്രിസ്മസ് റാലിയിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആധികാരികമായിട്ട് പള്ളിയുടെ പെർമിഷൻ ഉണ്ടോ നമ്മൾ ചോദിച്ചിട്ടാണോ? പള്ളിയുടെ പെർമിഷനോട് കൂടി തന്നെ പെർമിഷൻ കൊടുക്കേണ്ട, അതിന് നോട്ടീസോട് കൂടി തന്നെ ആധികാരികമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള കാര്യങ്ങളോട് കൂടി തന്നെ ദയവായി ശ്രദ്ധിക്കൂ. പള്ളി എന്ന് പറയുന്നത് നടത്തുന്ന കാരൽ വേറെ, അതേപോലെ തന്നെ വ്യക്തികളോ സംഘടനകളോ നടത്തുന്നത് വേറെ.
പള്ളി ആര് നടത്തിയാലും പള്ളിയുടെ അംഗീകാരമില്ലെന്ന് പറഞ്ഞ ആളെ പിടിച്ചു പള്ളിയുടെ അംഗീകാരം ഇല്ലെന്നും പറഞ്ഞല്ല, കള്ളും കുടിച്ചിട്ട് പോകുന്നു, പള്ളി അറിയുന്നില്ല, പോലീസിനെ അറിയിക്കണം, നിയമം കയ്യിലെടുക്കണം. അതെ, അത് ഞാൻ യോജിക്കുന്നു. നിയമം കൈയെടുക്കാൻ നമ്മുടെ ആർക്കും അവകാശമില്ല, ഒരാൾക്കും അവകാശമില്ല. ഇങ്ങനെ സംശയം തോന്നുമ്പോൾ നേരെ അറിയിക്കേണ്ടത് പോലീസിനെയാണ് അറിയിക്കേണ്ടത്. അല്ലാതെ കായികമായി നേരിടുക എന്ന് പറയുന്നത് അത് തെറ്റായ ആരാ ചെയ്തതിന് ആര് വാങ്ങിക്കൊള്ളട്ടെ, സംശയം എന്താ? ആര് ചെയ്താലും തെറ്റല്ലേ, അതിനെതിരെയാണ് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് ആര് ഏത് ഘോഷയാത്രയ്ക്ക് നേരെയും ആയുധം കയ്യിലെടുത്താൽ അത് തെറ്റ് തന്നെയാണ്. ശ്രീരാമ ഘോഷയാത്രയ്ക്ക് നേരെയായാലും ആര് ആയുധം എടുത്തുകൊണ്ട് പെരുമാറിയാലും അത് തെമ്മാടിത്തം തന്നെ. പോലീസ് ഇടപെടേണ്ടതാണ്, ഹൂളിഗാനിസമാണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷെ നാട്ടുകാരല്ല, പോലീസാണ്. അത് പ്രധാനമന്ത്രി ഉത്കണ്ഠ അറിയിക്കേണ്ട രീതിയിലേക്ക് പലയിടങ്ങളിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യൻ സഭയുടെ ഉത്കണ്ഠ. തീർച്ചയായിട്ടും ഓരോരോ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് ലോ ആൻഡ് ഓർഡർ. കേരളത്തിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനാണ്. തീർച്ചയായിട്ടും ബംഗാളിൽ നടന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനാണ്. സംശയമില്ലാത്ത കാര്യമോ. മുംബൈയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് അതിന്റെ ഉത്തരവാദിത്തം, സംശയമില്ല. അത് നമ്മൾ തമ്മിലൊരു തർക്കമില്ലല്ലോ. അല്ല, നമ്മൾ തമ്മിലുള്ള തർക്കം ഇത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി ഉത്കണ്ഠ അറിയിച്ചു എന്ന് പറയുമ്പോൾ ആ ഉത്കണ്ഠയ്ക്ക് അടിസ്ഥാനം എന്താണ്, സംഭവം എന്താണ് ചോദിക്കുന്നത്. സംഭവം എവിടെയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. സംഭവം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയായതുകൊണ്ടാണല്ലോ പത്രങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു. ഇത്രയും വലിയ പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ചു നിൽക്കുമ്പോൾ ഇല്ലേ CPM-ഉം BJP-യും തമ്മിൽ കൊലപാതകത്തിന്റെ കണക്ക് പറയുന്ന പോലെ നമ്മൾ പറയേണ്ടതല്ല. ഇത് പാടെ നിർത്തേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ ഒരു അക്രമം കൊണ്ട് മുതലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് അവരുടേതായ ആഘോഷങ്ങളും ആചാരങ്ങളും ഭയലേശം ഇല്ലാതെ, അശേഷം പ്രയാസങ്ങളില്ലാതെ അനുഷ്ഠിക്കാനുള്ള അനുവാദം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ആര് പറഞ്ഞില്ല? ഈ പറയുന്ന BJP അതിനൊരിക്കലും എന്തെങ്കിലും നടക്കാതെ വന്നിട്ടുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. ഹൂളിഗൻസും കള്ളു കുടിക്കുന്നവരും മയക്കുമരുന്ന് കഴിക്കുന്നവരും ഉള്ള ഒരു സമൂഹത്തിൽ അടുത്ത വർഷം ഒറ്റപ്പെട്ടതുണ്ടാകും. ഇതിനു മുമ്പ് ഒറ്റപ്പെട്ടതുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ടത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഘോഷയാത്രയും, എല്ലാ മതങ്ങളുടെ ഘോഷയാത്രയ്ക്കും 365 ദിവസം ക്രിസ്മസ് ഇല്ല. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുള്ളൂ, വർഷത്തിൽ ആണല്ലോ. ആണെങ്കിലേ അവിടെ ദീപസ്തംഭം തെളിക്കുക എന്നുള്ള ചടങ്ങ് മുരുകക്ഷേത്രത്തിലെ തൃപ്പുറിക്കുണ്ടം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ആണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. അത് കോടതി അനുവാദം കൊടുത്തു. പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് അനുവാദം കൊടുത്തില്ല. അവിടെയാണ് ഗവൺമെന്റ് ലെവലിലുള്ള മതവിരുദ്ധത. കോടതി അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഇതിന് കോടതിയുടെ അനുവാദം വേണ്ടല്ലോ, ആരും എതിർക്കുന്നില്ലല്ലോ. എതിർക്കാത്തൊരു കാര്യം. അപ്പൊ എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് അവിടെ കോടതി അനുവാദം കൊടുത്തത് ആരെങ്കിലും എതിർത്തിട്ടാണ്. അവിടെ അക്രമമായിട്ടല്ല ആൾക്കാർ പോയത്. ഇവിടെ ഇത് കോടതിയുടെ അനുവാദത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷം അവർക്ക് ആരാധിക്കണമെങ്കിൽ കോടതി പോകേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിന്റെ വ്യത്യാസം മനസ്സിലാവുന്ന കഷ്ടമെന്നേ പറയുള്ളൂ. അതായത് തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് പറയുകയാണ് കോടതി അനുവാദം കൊടുത്താലും ഞങ്ങൾ കൊടുക്കില്ലെന്ന്. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു. വ്യക്തികൾ പറയുന്നു, വ്യക്തികളെ പിടിച്ച് ജയിലിലിടണം. വ്യക്തികളെ പിടിച്ച് ജയിലിടണമെന്ന് പറയുമ്പോഴും അത് ആശാസ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. വ്യക്തികൾ അങ്ങനെ ചെയ്യാമോ? ഒരു സംഘടനയുടെ വ്യക്തികളെ നന്നാക്കാൻ ഞാനൊരു വികാരിയൊന്നും അല്ല. ഞാനൊരു പാർട്ടിയുടെ കാര്യം. സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാണ്. അതിനെതിരെ അതിശക്തമായിട്ട് പ്രതിഷേധിക്കണം. ഇപ്പൊ രാഹുൽ ഗാന്ധി പോയി ജർമ്മനി പോയിട്ട് ഇന്ത്യക്കെതിരായിട്ട് പറയുന്നു. അദ്ദേഹത്തെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതുപോലെ ഈ പറഞ്ഞിട്ട് കാര്യം. ഇപ്പോൾ അപഭ്രംശങ്ങളുള്ള തലയ്ക്ക് വെളിവില്ലാത്ത പയ്യന്മാരെയൊക്കെ ശരിയാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലെ, എന്തെങ്കിലും അക്രമം നടന്ന ഉടനെ ഒരു മനോരോഗികളാണെന്ന് പറയുന്നത് നല്ലൊരു ഒളിച്ചോട്ടമാണ്. അങ്ങനെ പറയാൻ പാടില്ല. മനോരോഗികൾ തന്നെയാണ് അവര്. മനോനില തെറ്റിയവർ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഒരു കാരൽ എന്ന് പറയുന്ന ഒരു വളരെ പുണ്യമായിട്ടുള്ള ഒരു സംഭവത്തെ എന്തിനെ എതിർക്കണം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തിട്ടില്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞോ കാരൽ നടത്തണ്ടെന്ന്? പിന്നെ ഇവിടെയാ പ്രശ്നം വരുന്നത്. അല്ല, അതിനോട് വ്യാപകമായിട്ട് എന്തിന് എതിർപ്പ് കാണിക്കുന്നു? BJP-ക്കാരാണോ ഇത് നടത്തിയത്? അതിപ്പോ അവരുടെ രാഷ്ട്രീയം നമ്മൾ പറയേണ്ട കാര്യം. BJP-ക്കാരും ഇല്ല ഇതില് എതിർപ്പിന്റെ എലമെന്റ് എന്താണുള്ളത്? അവരുടെ ആചാരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സമൂഹത്തിനൊരു കുഴപ്പമില്ല. പള്ളിയുടെ പെർമിഷൻ വേണമെന്ന് പറയുന്നത് പള്ളിയുടെ പെർമിഷൻ വേണമെന്നല്ല, പള്ളിയുടെ പെർമിഷനോട് കൂടി അച്ചടക്കത്തോടും അതുപോലെ തന്നെ അതിന്റെ മര്യാദയും ഉത്തരവാദിത്വത്തും കൂടിയാണ് നടത്തുന്നത്. അല്ല, തോന്നുന്നവനെല്ലാം നടത്താനുള്ള സാധനമല്ല കാരൽ എന്ന് പറയുന്നത്. ക്രിസ്മസ് കലകൾ നടത്താൻ ഈ രാജ്യത്തെ എല്ലാ പൗരനും സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ? ക്രിസ്മസ് ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും അതിന് പള്ളിയുടെ തീട്ടൂരം വേണ്ടെന്നുള്ള കാര്യം അറിയാവോ? പള്ളിയുടെ ഉത്തരവാദിത്വത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടനയില് മത
പരമായ കാര്യങ്ങൾ ആചരിക്കുന്നതിന് ഒരാൾക്കും ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ, വേണ്ടത് സമ്മതിച്ചല്ലോ, ശരി വേണ്ട എന്ന് വെച്ചേ കരൾ ആണെന്നുള്ള പേരില് കള്ളും കുടിച്ച് വീടിനകത്ത് കയറി അതിക്രമം നടത്തുകയും അനാശാസ്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അത് ഇഷ്ടപ്പെടുകയല്ല, പരാതി കൊടുക്കണം. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പരാതി കൊടുക്കുക എന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ആക്രമിക്കുന്നതിനോടാണ് ഞാൻ വിയോജിക്കുന്നത്. അത് ഞാനും വിയോജിക്കുന്നു. അങ്ങനെ തന്നെയാണല്ലോ. ശരിയല്ലല്ലോ. അട്ടപ്പാടിയിലെ ആക്രമിക്കുന്നത് ശരിയല്ലല്ലോ. നാരായണൻ ബയ്യാറിനെ കൊന്നതും അതുപോലെ തെറ്റാണ്. അതുപോലെ തന്നെ കണക്കാക്കണം. ഈ അക്രമങ്ങൾ ഇനി കേരള മണ്ണിൽ ആവർത്തിക്കാൻ പാടില്ല. സംശയമൊന്നുമില്ല. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണല്ലോ. അവിടെ ഒരു പ്രശ്നവും നമ്മുടെ ഇല്ലല്ലോ, തീർന്നല്ലോ. ഓക്കെ, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അത് ഒരു മനസാക്ഷിയുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതെ, ഇനി ഞാൻ പറഞ്ഞുതരാം, ഇതും കൂടെ കേൾക്കണം മാഷെ. എന്നിരിക്കെ ഒരു ശ്രീരാമ ഘോഷയാത്ര ഇവിടെ വരാൻ പാടില്ല എന്നൊരു ഗവൺമെന്റ് തന്നെ പറയുകയാണ്. ബംഗാളിലെ ശ്രീരാമ ഘോഷയാത്ര വരാൻ പാടില്ല, മുരുകന്റെ ദീപം തെളിയിക്കാൻ പാടില്ലെന്ന് കോടതി അനുകൂല വിധി ഉണ്ടായിട്ട് ഒരു ഗവൺമെന്റ് പറയാ. തമിഴ്നാട്ടിലെ ഇങ്ങനെയാണ് ശ്രീരാമനെ പ്രകീർത്തിക്കുന്ന തരത്തിൽ രാംകി എന്തോ അതിൻ്റെ ഞാനത് ചൊല്ലാറുള്ളതൊന്നും അല്ല. രാം കി ജയ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് എതിർപ്പ്. അങ്ങനെ പറയാൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയാം. ഇവിടെ ആരാണ് അതെ അങ്ങനെ എന്നിരിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങൾ, ഒരുമിച്ച് നിന്ന് പോരാടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ പള്ളികളെ തകർത്തുന്നു, മതനിന്ദ എന്ന് പറഞ്ഞ് അവിടെ ക്രിസ്ത്യൻ സ്ത്രീകളെ കൊല്ലുന്നു, പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ സ്ത്രീകളെ കൊല്ലുന്നു. എന്താ നമ്മൾ അതിന് പ്രതിഷേധിക്കാത്തത്? നൈജീരിയയിൽ കത്തോലിക്ക സ്കൂളിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊച്ചു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, 200-300 ഒക്കെയാ. സുഡാനിൽ കൊല്ലുന്നു, അറബ് വംശജ അല്ലാത്ത എല്ലാവരെയും കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു. ഹേഗിയ സോഫിയ പള്ളി എന്ന് പറയുന്ന ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും സംസ്കാര സമ്പന്നമായ പള്ളി അത് ഇസ്ലാം മതത്തിൻ്റെ പള്ളിയാക്കി മാറ്റുന്നു. ആർമേനിയായിട്ടുള്ള തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് അസർബൈജാൻ ആർമേനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെയർ എർത്ത്സ് ഉള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ തുർക്കി വീതം വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെയാണ് മതസ്പർദ്ധ. ആരെ തീർത്തു? ഏത് ബിഷപ്പ് പ്രതിഷേധിച്ചു? ഇവിടെ പ്രതിഷേധിച്ചു? ഒരൊറ്റ വാക്ക് പറഞ്ഞു. അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഇടങ്ങളിലെല്ലാം എവിടെ പ്രതിഷേധിച്ചു? ഒരു പ്രതിഷേധവും വന്നിട്ടില്ലെങ്കിൽ അവർ കേരളത്തിലെ പ്രതിഷേധങ്ങൾ കേട്ടിട്ടുള്ള ഒരേ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ട്രംപ് മാത്രം പറഞ്ഞിട്ടുണ്ട്. ട്രംപ് നൈജീരിയയിൽ ഇതുപോലെ തുടർന്നാൽ പട്ടാളം വരും. പിന്നെ മിണ്ടിയിട്ടുമില്ല, അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എതിർക്കേണ്ടത് ഇത്തരം തീവ്രവാദ, ഭീകരവാദ, മതമൗലികവാദങ്ങളെയാണ് ഒരുമിച്ച് എതിർക്കേണ്ടത്. അത് കേരളത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. കേരളത്തിലും അങ്ങനെ, ലോകമെമ്പാടും അങ്ങനെ തന്നെ ആയിരിക്കണം. BJP-ക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. BJP-ക്കാരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശബരിമല കൊള്ളയിൽ സ്വന്തം നേതാക്കളെ CPM രക്ഷിക്കുന്നത് പോലെ BJP രക്ഷിക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ, ഞാൻ BJP-ക്കാരനൊന്നുമല്ല, പക്ഷെ BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ വരില്ല. എതിർത്ത് തന്നെ പറയും. ഒരു സംശയവും വേണ്ട അതിന്. BJP-യെ തള്ളും ജനങ്ങൾ. ആര് തന്നെയാണെങ്കിലും ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പൗരന്മാരാണ്. അതെ, ചിലർക്ക് ഇവിടെ ചില സൂക്കേടുണ്ട്. ഈ പറഞ്ഞ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് BJP-യെ തട്ടാം, BJP-യിൽ നിന്ന് ക്രിസ്ത്യാനികളെ അങ്ങ് അകറ്റാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് തീരെ സഹിക്കാൻ വയ്യാതെ ഉടനെയാണ് കാരലിനോട് വലിയൊരു സ്നേഹം ഇങ്ങ് കയറി വന്ന ചില മന്ത്രിമാർക്കുൾപ്പെടെ, ചില പത്രങ്ങൾക്കുൾപ്പെടെ ചിലത്. ഇത് ശരിക്കും പറഞ്ഞ കാപട്യമാണ്. BJP-യിൽ നിന്ന് എങ്ങനെ ക്രിസ്ത്യാനികളെ അകറ്റാം എന്നുള്ളതിന്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കാപട്യമാണ്. അത് യാതൊരു സത്യസന്ധതയും BJP-യാണോ അല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഒരു തടസ്സവുമില്ലാതെ അവരുടെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണാണ്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പരിപാവനമായ മണ്ണാണ്. അതിവിടെ സനാതനധർമ്മം നിറങ്ങുന്നതുകൊണ്ടാണെന്ന് എല്ലാ ക്രിസ്ത്യാനികളും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ രാജ്യത്തെക്കുറിച്ച്, അതിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച്. ഈ വിവിധ മതങ്ങളുള്ള അവർക്കും കൂടെ തോന്നണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് തോന്നുന്നുണ്ട്. ആ തോന്നൽ ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കാനും പോകുന്നില്ല. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്. ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്.